കുടുംബത്തിൽ പറഞ്ഞ പെങ്കൊച്ചിനെ പോലെയൊക്കെ നമുക്കും തോന്നി. വന്നപ്പോ തൊട്ട് ഇവള് വായിക്ക് തുറന്ന് അതിന്റെ അകത്ത് അപ്പം സാർ ഞങ്ങൾ ഒരാളെ പിടിച്ച് വഴിയിൽ നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പോലീസ് അവിടെ വരണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് തോന്നിയ സംശയം, അദ്ദേഹത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ, ഇതോടെ പോലീസിന്റെ പിടിയിലായത് ബസ്സിൽ മോഷണം നടത്തി മുങ്ങുകയായിരുന്ന തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീ. കോട്ടയം നഗരത്തിൽ ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടയം മണർകാട് സ്വദേശിയായിട്ടുള്ള മനോജ് കുമാർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഇടപെടലാണ് ഈ സ്ത്രീ പോലീസിന്റെ പിടിയിലാകാൻ കാരണമായത്. 10ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശിനി ജ്യോതിയാണ് പോലീസിന്റെ പിടിയിലായത്. എന്താണ് സംഭവിച്ചതെന്ന് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ പറയും. ഞങ്ങൾ ഇതുപോലെ ഓട്ടോ ഒക്കെ ഇല്ലാതെ മടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പെങ്കൊച്ച് വന്നാൽ എന്നോട് ചോദിക്കുന്നത് എൻ്റെ ചാലുവെന്ന് വരെ ഒരു ഓട്ടം പോകണം. അപ്പോൾ ഈ പെണ്ണ് പെട്ടെന്ന് വന്നാൽ വണ്ടിയെ കയറുന്നത്. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കയറിക്കോളാൻ പറഞ്ഞ് വണ്ടിയെ കയറി. ചാലുവെന്ന് ജംഗ്ഷൻ ആയപ്പോൾ തന്നെ പിന്നെ 4 സൈഡിലോട്ടല്ലേ വഴി പോകുന്നത്. ഞാനപ്പോൾ തന്നെ അവിടെ നിർത്തി പോയി ചോദിച്ചു എങ്ങോട്ടാണ് പോകണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നേരെ പോകണം. ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ അതിന് അത് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ഈ ബാഗിൻ്റെ അകത്ത് സാധനങ്ങൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായി ഇവിടെ മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് 2-3 പ്രാവശ്യം തന്നെ സംശയം തോന്നി. കയറിയപ്പോൾ തൊട്ട് ബാഗിൻ്റെ അകത്താണ് കൈ ഇവിടെ. ഈ സ്ഥലത്ത് ഇറങ്ങി എത്ര രൂപ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ 50 രൂപ. 50 രൂപ തന്ന് 50 രൂപ തന്നേച്ച് ഇവള് മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് പെട്ടെന്ന് കയറുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ കയറി അപ്പോൾ തന്നെ എനിക്ക് സംശയം. ഞാൻ പിന്നെ വണ്ടി വട്ടം തിരിച്ച് വേറെ ഇട സൈഡിൽ തന്നെ നിർത്തി. അങ്ങനെ ഒരു സംശയം തോന്നി പുറകോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് 2-3 പേഴ്സ് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ അന്നേരം ആൾക്കാരെ വിളിച്ച് കൂട്ടി പെങ്കൊച്ചിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പിന്നെ 8 പോസ്റ്റ് ഞങ്ങളുടെ സ്റ്റാൻഡിലോട്ട് വിളിച്ച് പറഞ്ഞ് പേഴ്സിലുണ്ടായിരുന്ന പണം എടുത്തതിന് ശേഷം ആ പേഴ്സുകൾ ഈ വാഹനത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതെ അതെ എല്ലാ ഇത് വേറെ പരിപാടി അങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 3 പേഴ്സ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിക്കകത്ത് കിടന്ന് കിട്ടിയായിരുന്നു. അതായത് നല്ല ഇടുക്കി കുടുംബത്തിൽ പറഞ്ഞ പെങ്കൊച്ചിനെ പോലെയൊക്കെ നമുക്കും തോന്നി. ഈ വേഷം തോന്നിയില്ല. ഇവള് വണ്ടിയിൽ ഇരുന്നതുള്ള ഈ ഒരു കേസ് ഇട്ട് കാരണം ഞാൻ നോക്കി. ഇവിടെ ബാഗ് വന്നപ്പോൾ തൊട്ട് ഇവള് ബാഗ് തുറന്ന് അതിൻ്റെ അകത്ത് അപ്പം പേഴ്സ് 2 ഈ ഇതിൻ്റെ അകത്ത് ഇരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഈ പൈസ എടുക്കണം. നമ്മുടെ നോട്ടം തെറ്റിയിട്ട് വേണം ഇവർക്ക് ഈ പൈസ എടുത്ത് ചെയ്തിട്ട് എൻ്റെ വണ്ടിയുടെ പുറകോട്ട് ഇടാൻ വേണ്ടി. അതാ സംഭവം ഉണ്ടായത്. അങ്ങനെ ഒരു സംശയം തോന്നിയ കാരണമാണ് ഇവളെ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ ഞാൻ പുറകെ പോയി നോക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അല്ലെ നമുക്ക് സംശയം ഇവള് ക്ലിയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവള് ഇട്ടേച്ച് പോലും ഞാൻ അറിയുന്നിരുന്നു. ഇപ്പോൾ പോലീസ് താങ്കൾക്ക് ഒരു ആദരവൊക്കെ നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം. ഇങ്ങനെ കിട്ടിയത് വലിയ സന്തോഷം. എന്താ വെച്ചാൽ ഇനിയൊരു ആവശ്യം വന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇന്നലെ ഒരു 9-9:30 മണിയോട് കൂടി ഒരു സ്ത്രീ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ബാഗ് തുറന്ന് കിടക്കുന്നുണ്ട്. അതിനകത്തുള്ള പേഴ്സിലുണ്ടായിരുന്ന പേഴ്സും ഒരു 10,000 രൂപയും നഷ്ടപ്പെട്ടതായിട്ടൊരു വിവരം കിട്ടി. അപ്പോൾ തന്നെ അതൊരു പോലീസിലെ തിരുനക്കരയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും പോലീസ് എല്ലാ സ്ഥലത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാവരും അറിയുന്നതിനും ആ കാര്യങ്ങളൊന്ന് പറയുകയും സാധാരണ നോർമലി ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലായിടത്തും അറിയിച്ചു. എന്നാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാൾ പോലീസ് അവിടെ നിന്ന് 8 പോസ്റ്റിലേക്ക് വന്നിട്ട് സാർ ഞങ്ങൾ ഒരാളെ പിടിച്ച് വഴിയിൽ നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പോലീസ് അവിടെ വരണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് പിങ്ക് പോലീസും വനിതാ പോലീസും പിങ്ക് പോലീസും അതുപോലെ തന്നെ 8 പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാർ പെട്ടെന്ന് അവിടെ ഓടിച്ചു ചെന്നപ്പോൾ ഒരു സ്ത്രീയെ 2-3 ആൾക്കാർ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ എന്താ കഥയെന്ന് ചോദിച്ചപ്പോൾ ഈ നമ്മുടെ ശ്രീ മനോജ് അവിടെ ഈ ടൗണിലെ ഓട്ടോ ഓടിക്കുന്ന അദ്ദേഹമാണ്. മനോജിൻ്റെ വണ്ടിയിൽ ഓട്ടോയിൽ ഒരു സ്ത്രീ യാദൃച്ഛികമായി കയറി. കാണാൻ തരക്കേടില്ലാത്തൊരു സ്ത്രീ അവരുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ചോദിച്ചപ്പം മുന്നോട്ട് പോയിക്കോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്ങോട്ട് പോകാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മനോജ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു എങ്ങോട്ട് പോകണം. അപ്പോൾ വീണ്ടും ആ സ്ത്രീ പറഞ്ഞു മുന്നോട്ട് തന്നെ പോയിക്കോട്ടെന്ന് വെച്ചു. അപ്പോൾ മനോജിനൊരു സംശയം. അപ്പോൾ മനോജിലെ ഒരു പോലീസുകാരൻ അവിടെ ഉണർന്നു എന്നാണ് സത്യം. അപ്പോൾ മനോജിന് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി. സാധാരണ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് പോലും തോന്നാത്ത ഒരു സംശയം മനോജിൽ തോന്നിയ മനോജ് അപ്പം തന്നെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. ആ അടുത്ത ആൾക്കാർ 2 ആൾക്കാർ വന്നിട്ട് ഈ ലേഡി ആയതുകൊണ്ട് ഈ ലേഡിയെ പിടിച്ചു നിർത്താൻ പറഞ്ഞ ശേഷം ഉടൻ തന്നെ 8 പോസ്റ്റിൽ വന്നിട്ട് വിവരം അറിയിച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ ചെന്ന് ഈ സ്ത്രീയെ പിടിക്കുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു തിരുനെൽവേലി സ്വദേശിയായ ഒരു തമിഴ് സ്ത്രീയാണ്. ഏകദേശം 7-8 കേസുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് പല പോലീസ് സ്റ്റേഷനുകളിലും പിടികിട്ടാപ്പുള്ളിയായിട്ട് ലോങ് പെൻഡിങ് വാറണ്ടുള്ള ഒരു ലേഡിയാണ്. ഈ ലേഡിയാണ് നമുക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലായാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതുപോലെ പാമ്പാടി പോലീസ് സ്റ്റേഷനിലായാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഏകദേശം 10ഓളം പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലെ പ്രതിയായ ഒരു ലേഡിയെ പിടിക്കുന്നതിന് പോലീസിനെ വളരെ സഹായിച്ച സുസ്ഥിരമായ ഒരു നടപടി സ്വീകരിച്ച മനോജിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും മനോജിനോടും ഈ ടൗണിലെ ഇതുപോലെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ഓട്ടോറിക്ഷ സംഘടനാ നേതാക്കന്മാരോടുമുള്ള ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കാൻ കൂടി ഞാൻ അവസരം വിനിയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയൊരു ആദരവ് മനോജിന് നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. താങ്ക് യു. ഞങ്ങളുടെ എല്ലാവരുടെയും ആദരവ്.
ഓട്ടോറിക്ഷയിലിരുന്നുള്ള ഈ സ്ത്രീയുടെ പെരുമാറ്റമാണ് തനിക്ക് സംശയം തോന്നാൻ കാരണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ മനോജ് പറയുന്നത്. എന്താണെങ്കിലും കൃത്യസമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ സ്ത്രീയെ പിടികൂടാൻ പോലീസിന് സഹായകരമായി. 10-ലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശിനിയായ ജ്യോതിയാണ് പോലീസിൻ്റെ പിടിയിലായത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. അവിടെ നോക്കണം, അവിടെ സാധനം മാറ്റി തന്നെ നോക്കണം. അതിനകത്ത് അവിടെ ബാഗ് മേടിച്ചു. അല്ലെ മാല പോയാലേ വരും. മാല പിടിക്കുവാനെ ബാഗ് മേടിച്ചു.